കേട്ടുകൊണ്ടിരുന്ന എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. മണ്ണന്തല ദേവീസ്തവം എന്ന കൃതിയാണ് ഞാൻ ചൊല്ലുന്നത്. കാവ്യഭാവന കൊണ്ടും കാവ്യരചനാശൈലി കൊണ്ടും തനിമയാർന്ന ഒരു സ്തോത്രകൃതിയാണ് നാരായണ ഗുരുവിൻ്റെ മണ്ണന്തല ദേവീസ്തവം. തിരുവനന്തപുരത്ത് മണ്ണന്തല ഗ്രാമത്തിലുള്ള ഒരു ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാവസരത്തിൽ രചിച്ചതാണിത്. സംഗീതത്തിൽ രാഗമാലിക എന്ന ഒരു ആലാപന ശൈലിയുണ്ടല്ലോ, അതിനോടു സമമായ ഒരു വൃത്തമാലികയാണ് ഇതിൻ്റെ രചനാശൈലിയിൽ ഗുരു സ്വീകരിച്ചിരിക്കുന്നത് എന്നത് ഗുരുവിൻ്റെ ഈ കൃതിയെ മറ്റു കൃതികളിൽ നിന്നും വ്യത്യസ്തമാക്കി തനിമയുള്ളതാക്കി നിർത്തിയിരിക്കുന്നു. ഒരു കവി എന്ന നിലയിൽ ഗുരുവിനെയും മറ്റു കവികളിൽ നിന്ന് ഇത് വ്യത്യസ്തനാക്കി നിർത്തിയിരിക്കുകയാണ്. ഇതിലെ 1-ാം ശ്ലോകം വൃത്തമഞ്ജരിയിലോ വൃത്തരത്നാകരത്തിലോ സ്ഥാനം കണ്ടെത്തിയിട്ടില്ലാത്ത ഒരു അപൂർവ വൃത്തമാണ്. ജഗണം, സഗണം, നഗണം, ഭഗണം, യഗണം എന്നാണ് ഇതിലെ ഗണഘടന. നാരായണ ഗുരു സ്വയം രൂപം നൽകിയ ഒരു വൃത്തമാണോ ഇത് എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും അതിനൊരു പേരില്ല. 2-ാം ശ്ലോകം കുസുമമഞ്ജരി, 3-ാം ശ്ലോകം ഭുജംഗപ്രയാതം, 4-ാം ശ്ലോകം ശാർദൂല വിക്രീഡിതം, 5, 6, 7 ശ്ലോകങ്ങൾ കുസുമമഞ്ജരി, 9-ാം ശ്ലോകം വസന്തതിലകം എന്നിങ്ങനെയാണ് ഇതിലെ വൃത്തക്രമം. മണ്ണന്തല ദേവീസ്തവം. മണിക്കുടവിടത്തി മലതൂവി മണമെല്ലാം ഘൃണിക്കപചിതിക്രിയ കഴിച്ചു ഘൃണിയാക്കി ഗുണിച്ചവകളൊക്കെയുമൊഴിഞ്ഞു ഗുണിയും പോയി ഗുണക്കടൽ കടന്നു വരുവാനരുൾകതായേ. തിങ്കളും ത്രിദശഗംഗയും തിരുമുടിക്കണിഞ്ഞു വിലസുന്ന നൽ തിങ്കൾ നേർമുഖി ദിഗംബരന്റെ തിരുമേയ് പകുത്ത ശിവമേനിയെ നിൻകഴൽ കമലമെൻ കരുത്തിൽ നിലനിർത്തി നിത്യവും അഹന്ത വന്നങ്കുരിച്ചറിവഴിഞ്ഞുപോയി വിഫലമായി വരാതരുളുകമ്പികേ. പ്രഭാരൂപയാം നിൻ പ്രകാരം നിനച്ചാൽ പ്രഭാരം കെടും ഹൃത്പ്രസാദാലെവർക്കും പ്രസാദിക്കുമെല്ലാവനും ത്വത്പ്രസാദാൽ പ്രയാസം സമസ്തം പ്രയാതീവ ദൂരം. സാധിക്കും സകലം സമസ്ത ഭുവനങ്ങൾക്കും ഹിതം നൽകി നീ ചേതസിംഗലിരിക്ക കൊണ്ടു ജനനേ ചൈതന്യമായെപ്പോഴും ബോധിപ്പിപ്പദശേഷമമ്പുതിയിൽ വന്നേറി കലർന്നിടുമസ്രോതസ്സെന്ന കണക്ക് നിന്നടിയിൽ വന്നേറുന്നു മാറുന്നിതേ. ദക്ഷപുത്രി ധനുജാന്തകി ത്വദനുസാരി വാരിയിലഴുന്തിടാതക്ഷമൊക്കെയുമടക്കി വാഴ്വതിനനുഗ്രഹിക്ക പരദൈവമേ. കുക്ഷിബാധവലുതായ ദിവ്യത ജയിപ്പതിന്നു പണിയുണ്ടു നിൻ കുക്ഷിതന്നിലിളകാതെ വാണു ദിവസം കഴിക്കുകില സംശയം. പമ്പരത്തൊടു പകച്ചിടും ഭ്രമണവേഗമുള്ള മതിയോടു വന്നമ്പരത്തിലണയുന്നതിന്നിവന ശക്തനെന്നു കരുതിയിടു നീ.
ദോഷമില്ല ഭവതിക്കവൻ പ്രതി ഭവച്ചരിത്രപരനെങ്കിലോ തൽക്ഷണം സകലവും ഭവിച്ചു സതതം സുഖിച്ചു മരുവീടുമീ പക്ഷമൊക്കെയുമറിഞ്ഞിടുന്ന പരദൈവതം ഭവതിയല്ലയോ. കങ്കമാദികളശിച്ചിടുന്നൊരശനം കളേബരമിതല്ലയോ. വൻകലാവതി വലച്ചിടുന്നതു മതിപ്രസാദമരുളിയിടു നീ. തിങ്കൾ